ഹായ് ഹലോ എജ്യൂബിൾസ് ലേണിംഗിന്റെ പുതിയ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. CUET UG 2026 എക്സാമിന്റെ ആപ്ലിക്കേഷൻ ആരംഭിച്ചിരിക്കുന്ന വിവരം എല്ലാവരും അറിയുകയുണ്ടാകും. അപ്പം ജനുവരി 30 അഥവാ ലാസ്റ്റ് ഡേറ്റ് 31 നമുക്ക് ഫീ പേയ്മെന്റിന്റെ അവസാന ദിവസം. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെ CUET UG 2026 അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. ഇതുപോലെ CUET UG 2026 ടൈം ടു ടൈം ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. കൂടാതെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് വാട്സാപ്പ് ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. CUET-യുമായി ബന്ധപ്പെട്ട മുഴുവൻ യൂണിവേഴ്സിറ്റികളെ കുറിച്ചും മറ്റു എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ അധികം സമയം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് CUET UG 2026 എക്സാം രജിസ്ട്രേഷൻ ചെയ്യേണ്ട ലിങ്ക് ഏതാണ്, വെബ്സൈറ്റ് ഏതാണെന്ന് നമ്മൾ അതിന്റെ നോട്ടിഫിക്കേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. CUET.nta.ac.in എന്ന് പറയുന്ന ആ വെബ്സൈറ്റിലാണ്. നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വെബ്സൈറ്റിലേക്ക് നമുക്ക് ആദ്യമായിട്ട് പോകാം. CUET.nta.nic.in എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിലാണ് നമുക്ക് അപ്ലിക്കേഷൻ ചെയ്യാനുണ്ടാവും. അപ്പോൾ നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് പോയാൽ നമുക്ക് ആ വെബ്സൈറ്റിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെയൊരു കാണാം, ഇൻവൈറ്റിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഓഫ് CUET UG 2026 ഫോർ ദ അഡ്മിഷൻ ടു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ്. ഓക്കെ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ലഭ്യമാകുന്നതാണ്. ഓക്കെ, ഇതിൽ നമ്മൾ അതിന്റെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ രജിസ്ട്രേഷൻ ഫോർ CUET UG 2026 ഈസ് ലൈവ് എന്ന് പറയുന്ന മുകളിൽ നമുക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ 2026 രജിസ്ട്രേഷൻ പേജിലേക്ക് നമ്മൾ പോകും. ഓക്കെ, നമുക്ക് CUET UG 2026 രജിസ്ട്രേഷനെ കുറിച്ച് മുഴുവൻ കാര്യങ്ങളും നോക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഓക്കെ, രജിസ്ട്രേഷൻ ഫോർ CUET UG 2026 ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്കായിരിക്കും നമുക്ക് പോകാം. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു പേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഓക്കെ, ഈ വീഡിയോയിൽ അവർ കൃത്യമായിട്ട് പറയുന്നു സ്റ്റെപ്സ് ടു അപ്ലൈ ഓൺലൈൻ. ഓൺലൈനായിട്ട് ഈ എക്സാം അപ്ലൈ ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ: ആദ്യം നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുക, പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക, അതിനുശേഷം എക്സാമിനേഷൻ ഫീ അടയ്ക്കുക, അതിനുശേഷം കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്യുക. കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെ മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പം രണ്ട് പേർക്കുണ്ട് രജിസ്റ്റർ യുവർ സെൽഫ് അബൌട്ട് ദ മെൻഷൻഡ് എക്സാമിനേഷൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ചത് തുറക്കാം. ഇനി നിങ്ങൾ ഓൾറെഡി ആദ്യമായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു രജിസ്ട്രേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് അതിനെ താഴോട്ട് നോക്കാം. നമുക്ക് ഓൾറെഡി നമ്മൾ പുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ നമുക്കൊരു ന്യൂ രജിസ്ട്രേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ മുമ്പായിട്ട് നിർബന്ധമായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് CUET UG 2026 ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. CUET UG എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ക്രൈറ്റീരിയകളും, കോഴ്സും, എലിജിബിലിറ്റിയും, അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇൻഫർമേഷനിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ. അപ്പൊ നിങ്ങൾ ഏറ്റവും അവലംബമായിട്ട് വെക്കേണ്ടത് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ആണ്. അതിലുള്ളത് പോലെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ആ വലിയൊരു പേജുള്ള ആ ഒരു PDF വായിച്ചു തീർക്കാനാവില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സാറ് ചെയ്തു വെച്ചിട്ടുള്ള CUET-യുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടീസ് പോയിന്റുകൾ ആയിട്ടുള്ള നോട്ട് ചെയ്യേണ്ട പോയിന്റുകളൊക്കെ ഡിസ്ക്രൈബ് ചെയ്തുള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഇവിടെ കൊടുക്കാം താഴെ. അതെല്ലാവരും ഈ ചാനലിൽ കയറിയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ സംശയങ്ങളും മാറും. അപ്പോൾ അത് നിർബന്ധമായും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് പോകാൻ പറ്റൂ. അപ്പം ഇൻഫർമേഷൻ വായിച്ചിരിക്കണം. അപ്പോൾ നമ്മളിവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ്റെ ആ ഒരു പ്രോസസ്സിലേക്ക് വരും. ആദ്യം രജിസ്റ്റർ ചെയ്യുക, പിന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക, പിന്നെ ഫീ പേയ്മെന്റ്. ഇതാണ് ഇതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് പറയുന്നുണ്ട്, ബിഫോർ ഫില്ലിംഗ് ആപ്ലിക്കേഷൻ ഫോം നിർബന്ധമായിട്ടും ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്ത് കെയർഫുള്ളി റീഡ് ചെയ്ത് എല്ലാ ഇൻസ്ട്രക്ഷനും മനസ്സിലാക്കിയതിന് ശേഷമേ നിങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഒരു ഫീ പറയുന്നുണ്ട്. ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 1000 rupees ആണ് 3 പേപ്പേഴ്സിന് വരുന്നത്. പിന്നെ വരുന്ന ഓരോ അഡീഷണൽ പേപ്പേഴ്സിനും 400 വീതം വരും. ഇനി OBC-ക്ക് ആണെങ്കിൽ 900 രൂപയും ഈച്ച് പേപ്പേഴ്സ് എക്സ്ട്രാ വരുന്ന ഈച്ച് പേപ്പറിനും 375 ആണ്. പിന്നെ SC ST PWD തേർഡ് ജെൻഡറിനൊക്കെ വരുന്നത് 800 ആണ്. അവർക്ക് 350 ആണ് അഡീഷണൽ ആയിട്ട് വരുന്ന ഓരോ പേപ്പേഴ്സിനും. ഓക്കെ, പിന്നെ ഇന്ത്യയുടെ പുറത്ത് നമുക്ക് CUET UG 2026 എക്സാം എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ ചെയ്യുന്ന ആളുകൾക്ക് നിർബന്ധമായിട്ടും 4500 ആണ് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് വരുന്നത്. അവർക്ക് ഓരോ ഈച്ച് അഡീഷണൽ പേപ്പേഴ്സിനും 1800 നിലവിൽ എന്താണ് എക്സ്ട്രാ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്കത് നോക്കാം.
ത്രീ സിമ്പിൾ സ്റ്റെപ്സ് ആണ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിനുള്ളത്. ആദ്യം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം രജിസ്റ്റർ ചെയ്യുക, എന്നാലും നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് ലഭിക്കും. പിന്നെ അതിനൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നു, അക്കൗണ്ട് ഉണ്ടാക്കുന്നു, അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. അപ്പോൾ ഇതിന് നിർബന്ധമായിട്ടും ഇതിൻ്റെ പാസ്വേഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പാസ്വേഡ് എന്തായാലും എന്തായിരിക്കണം, അതിന് പാസ്വേഡ് നിർബന്ധമായി ഉണ്ടാക്കുമ്പം അതിന് നമുക്ക് എന്താണ് ഏറ്റവും വളരെ ഷുവർ ആയിട്ടുള്ള എൻഷുർ ആയിട്ടുള്ള, അതായത് ഒരിക്കലും നമുക്ക് ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തൊരു പാസ്വേഡ് ഉണ്ടാക്കണം. അതിൽ തന്നെ പാസ്വേഡിൻ്റെ ഒപ്പം തന്നെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസും ആൻസറും നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് പാസ്വേഡൊക്കെ മറന്നു പോയാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഷെയർ ചെയ്യാൻ അത് നമുക്ക് റീ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, നമ്മളോട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനും ഒരു ആൻസറും നമുക്ക്, അത് നിങ്ങളുടെ ഫസ്റ്റ് സ്കൂൾ ഏതാ, ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാ, അങ്ങനെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആക്കാനൊക്കെ പറ്റും. അതിലവിടെ നമ്മൾ ആപ്ലിക്കേഷൻ്റെ ആ ഒരു സമയത്ത് പറയും. ഓക്കെ, പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലോഗിൻ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, പാസ്വേഡ് മാറ്റാൻ പറ്റും. പിന്നെ പാസ്വേഡ് ഉണ്ടാക്കുമ്പോൾ നിർബന്ധമായി 8 മുതൽ 13 വരെയുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കണം. അതിൽ നിർബന്ധമായിട്ടും അപ്പർ കേസ് ഉണ്ടായിരിക്കണം, ലോവർ കേസും ഉണ്ടായിരിക്കണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം, പിന്നെ ന്യൂമറിക് വാല്യൂള്ള ഏതെങ്കിലും ഒരു നമ്പറും അതിലുണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ്. പിന്നെ പാസ്വേഡ് എങ്ങനെ റീസെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ മനസ്സിലാകും. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വായിച്ചിട്ട് ഇത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ടിക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനിവിടെ പ്രൊസീഡ് ചെയ്യാണ്. ഇനി നമ്മളിതാ ആദ്യം കൊടുക്കേണ്ടത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ നെയിം കൊടുക്കുക, ഫാദറിൻ്റെ നെയിം, മദറിൻ്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇത് 3 സെലക്ട് ചെയ്യുക. ഒന്നും കൂടെ നിങ്ങൾ ഈ പേഴ്സണൽ ഡീറ്റെയിൽസിനെ കൺഫേം ചെയ്യുക. കാരണം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ശരിയായിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ, ഇത് തെറ്റിക്കാൻ പറ്റില്ല. കാരണം ഇത് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഈ പേരാണ് വരിക, ഓരോ യൂണിറ്റ്സിൽ അപ്ലൈ ചെയ്യാൻ വരും. അപ്പം ഒറിജിനൽ എങ്ങനെയാണ് ഉള്ളത് അത് കറക്റ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യാണ്ടാവുക നമ്മുടെ അഡ്രസ്സ് ആയിരിക്കും. നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹൗസ് നെയിം, പിന്നെ ലൊക്കാലിറ്റി, കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ് ഓരോന്നും കൊടുക്കുക. അത് സബ്മിറ്റ് ചെയ്യാം. അതിനുശേഷമാണ് പ്രധാനപ്പെട്ടത് ചോദിക്കുന്നത് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നമ്പറും കൊടുക്കുക. ഇതൊരിക്കലും തെറ്റാൻ പാടില്ല. കാരണം ഇതിലേക്കായിരിക്കും നിങ്ങളുടെ ഇമെയിൽ ഇൻഫർമേഷൻസും OTP കാര്യങ്ങൾ, നിങ്ങളുടെ ഡൗൺലോഡ് അഡ്മിറ്റ് അപ്ലിക്കേഷൻ ഫോം അടക്കം, ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് അടക്കം ഇതിലേക്കാണ് വരിക. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എടുക്കാൻ ഈ ഇമെയിൽ ഐ ഡി ആയിരിക്കും യൂസ് ചെയ്യാം. എല്ലാത്തിനും ഇനി CUETയുടെ ഫർദർ എല്ലാത്തിനും വേണ്ടി യൂസ് ചെയ്യുക ഈ ഇമെയിൽ ഐ ഡിയും ഈ നമ്പറും ആയിരിക്കും. പിന്നെ ആൾട്ടർനേറ്റീവ് കോൺടാക്ട് നമ്പറും കൂടെ അതിൻ്റെ ഒപ്പം കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പാസ്വേഡ് ഇവിടെ, അതിനുശേഷം പ്രസൻറ്റ് അഡ്രസ്സ് പോലെ തന്നെയാണ് പെർമനൻറ്റ് അഡ്രസ്സും എങ്കിൽ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സും കൂടെ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ അക്കൗണ്ടിന് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. പാസ്വേഡിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു സ്മോൾ ലെറ്റർ, ഒരു ന്യൂമറിക്കൽ നമ്പർ, അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടർ, ഇത് 4 ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊന്നും കൂടെ റീടൈപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾ ഇഷ്ടപ്പെട്ട നമ്പർ ഏതാണ്, അല്ല ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാണ്, അങ്ങനെ എന്തെങ്കിലും അത് ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു ആൻസറും കൊടുക്കുക. എന്നിട്ട് ക്യാപ്ച അടിച്ചിട്ട് സേവ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ബേസിക് ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ ഇവിടെ ക്യാപ്ച അടിച്ച് സേവ് ചെയ്താൽ നിങ്ങളുടെ ഫസ്റ്റ് സെഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യും, നിങ്ങളുടെ ഇതൊക്കെ ഒന്ന് എഡിറ്റ്, നിങ്ങൾ കൊടുത്തതൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാനുണ്ടാവും. ടിക്ക് ചെയ്ത് കൊടുക്കുക, നിങ്ങളെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ അതിൻ്റെ മുമ്പ് ഇങ്ങനെ അടിച്ചാൽ എന്ത് ചെയ്യും, എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം എന്ന് കാണിക്കാം. ഇതൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാറ്റി അതിനപ്പം തന്നെ മാറ്റി സേവ് ചെയ്തിട്ട് ഇവിടെ സബ്മിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ആ സബ്മിഷന് OTP വഴിയായിരിക്കും, അത് നമ്മൾ കൊടുത്ത നമ്പറിലേക്കും ഇതിലേക്കും ആയിരിക്കും വരിക. അപ്പോൾ ആ നമ്പർ വന്ന് ഇതടിച്ച് സേവ് ചെയ്താൽ നമ്മുടെ നമ്പറിൽ ഒരു OTP വരും. അത് ഇവിടെ കൊടുത്താൽ ഈ സെഷൻ നമുക്ക് കംപ്ലീറ്റ് ആയി. ആ സെഷൻ കംപ്ലീറ്റ് ആയതോട് കൂടെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും, നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ട്. എന്നിട്ട് ഇവിടെ ആയിരിക്കും നമ്മൾ ആ OTP കൊടുക്കേണ്ടി വരും. ആ OTP ടൈപ്പ് ചെയ്താൽ നമ്മുടെ ഫസ്റ്റ് സെഷൻ കംപ്ലീറ്റ് ആയി. അതാ പറഞ്ഞത്, രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യാനുണ്ടാവുക നമ്മുടെ അപ്ലിക്കേഷൻ ഫോമാണ് ചെയ്യാനുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മുടെ നമ്പർ അവർ കാണിച്ചിട്ടുണ്ടാവും, നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ അപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, ഇമെയിൽ ID യിലേക്ക് വന്നിട്ടുണ്ടാവും. ആ നമ്പർ വെച്ച് നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് അപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ബാക്ക് അടിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലോഗിൻ സ്ഥലത്ത് പോയിട്ട് ലോഗിൻ ചെയ്തിട്ട് വരികയാണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ആ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഓൾറെഡി നമ്മൾ അവിടെ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാണ്ട്. അവിടെ കോൺടാക്ട് ഡീറ്റെയിൽസിൽ നെയിമും കാൻഡിഡേറ്റ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്തും മാതാവിൻ്റെയും പിതാവിൻ്റെയും ഇതൊക്കെ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി അങ്ങനെ തന്നെ അവിടെ വരും. ഇനി നമ്മൾ കൊടുക്കേണ്ട നാഷണാലിറ്റി കൊടുക്കുക, ഡൊമിസൈൽ സ്റ്റേറ്റ് കൊടുക്കുക, നമ്മുടെ കാറ്റഗറി ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ഒരുപാട് കാറ്റഗറികൾ ഉണ്ടാവും അല്ലേ, OBC ഉണ്ടാവും, EWS ഉണ്ടാവും, ST ഉണ്ടാവും, SC ഉണ്ടാവും, ജനറൽ ഉണ്ടാവും. അപ്പോൾ അതിൽ ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ OBC ആണ് ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങളോട് നോൺ ക്രിമിലെയർ ചോദിക്കും.
നോൺ ക്രീമി ലെയർ അത്യാവശ്യമാണ് ഇതിന്. നിങ്ങൾ CUT UG എക്സാമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അതെങ്ങനെ, കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ NCL OBC നിങ്ങളാണെങ്കിൽ OBC ചൂസ് ചെയ്താൽ അതിന്റെ NCL സർട്ടിഫിക്കറ്റിന് നമ്പർ ചോദിക്കേണ്ടതാ. ഡു യു ഹാവ് വാലിഡ് ആൻഡ് ലൈവ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് issued by ഓതറൈസ്ഡ് ഗവൺമെന്റ് ഓഫീസ്. നിങ്ങളുടെ ഗവൺമെന്റ് ഓഫീസ് ആയിട്ടുള്ള ഇഷ്യൂ ചെയ്ത് ഇത് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത് ഒന്നെങ്കിൽ നമുക്ക് യെസ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോ ഐ ഹാവ് അപ്ലൈഡ് സർട്ടിഫിക്കറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ യെസ് ചൂസ് ചെയ്താൽ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും അടിച്ചു കൊടുക്കേണ്ടി വരും. നോ എന്നാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അവർ ചോദിക്കുന്നത് ഇതിന്റെ എന്നാണ് അപ്ലൈ ചെയ്ത ഡേറ്റും ചോദിക്കുന്നുണ്ട്, അപ്ലിക്കേഷൻ നമ്പറും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ അക്ഷയയിൽ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ NCLന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ അക്ഷയയിലൊക്കെ പോയിട്ട് അപ്ലൈ ചെയ്യുക. ആ അപ്ലൈ ചെയ്ത അപ്ലിക്കേഷൻ നമ്പറും അതിന്റെ ഡേറ്റും മതി നിങ്ങൾക്ക്. ഓക്കെ, അത് വെച്ച് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് എവിടുന്ന ഇഷ്യൂ ചെയ്തെന്ന് ചോദിക്കും. അപ്പോൾ ഇഷ്യൂ ചെയ്തപ്പോൾ ഗവൺമെന്റ് ഓഫ് കേരള കൊടുക്കുക. കാരണം നമുക്ക് ഇത് NCLന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എത്രയും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് തഹസിൽദാർ ആയിരിക്കും അപ്രൂവ് ചെയ്ത് വരാം. അപ്പോൾ തഹസിൽദാർ ആരാ? ഗവൺമെന്റ് ഓഫ് കേരള ആണ്. അപ്പോൾ അത് അപ്രൂവ് ചെയ്യുന്ന ഗവൺമെന്റ് ഓഫ് കേരള വഴിയാണ്. അപ്പോൾ അതാണ് അവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഡയബറ്റിക് ആണോ ചോദിക്കും, നിങ്ങളുടെ പ്ലേസ് ഓഫ് റെസിഡൻസ് അർബൻ ആണോ റൂറൽ ആണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫാമിലി ഇൻകം അപ് ടു 1 lakh ആണോ അല്ലെ 5 lakh ആണോ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ മൈനോറിറ്റി ബിലോങ്സ് ആണോ എന്ന് കൊടുക്കുക. ഞാൻ യെസ് ആണ് കൊടുത്തു, മുസ്ലിം ആണെന്ന് കൊടുത്തു. ഇനി നിങ്ങൾ വാർഡ് ഓഫ് ഡിസ്റ്റൻസ് എക്സ് സർവീസ് മാൻ ഉണ്ടോ അത് ചോദിക്കും. അതിനൊക്കെ കോട്ടയുണ്ട്, NCCക്ക് കോട്ടയുണ്ട്, സ്പോർട്സിനൊക്കെ കോട്ടയുണ്ട്. അപ്പോൾ ഇതൊക്കെ ആണോ എന്ന് ചോദിക്കും. അതിനുശേഷം ഇതൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ക്യാപ്ച അടിച്ചിട്ട് സേവ് ചെയ്യാം. ഇതോടുകൂടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസും കംപ്ലീറ്റ് ആയി, പേഴ്സണൽ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ആയി. ഇനി അടുത്തതായി ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നിങ്ങൾ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ആണെങ്കിൽ, PWD ആണെങ്കിൽ ഇവിടെ യെസ് ഓർ നോ എന്ന് ചോദിക്കും. അപ്പോൾ യെസ് ആണ് യെസ് കൊടുക്കുക, നോ ആണ് നോ കൊടുക്കുക. അത് അവിടെ നിന്നിട്ട് ക്യാപ്ച അടിച്ചിട്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. അടുത്തത് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ഐഡന്റിറ്റി ഡീറ്റെയിൽസ് ആണ്. ഒരുപാട് നിങ്ങളുടെ വ്യക്തിത്വം തെളിയിക്കുക, ഐഡന്റിറ്റി തെളിയിക്കാനുള്ളത്. പിന്നെ ഒരുപാട് ഡോക്യുമെന്റ്സ് ഇവിടെ ഓപ്ഷൻസ് അവർ കൊടുക്കുന്നുണ്ട്. ആധാർ ഉണ്ട്, പാൻ കാർഡ് അല്ലെ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്. ഞാൻ ഇവിടെ ആധാറാണ് ചൂസ് ചെയ്ത് ആധാർ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പേര് ഇവിടെ വരും. ഓക്കെ, കാൻഡിഡേറ്റ്സ് നെയിം വരും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ വളണ്ടിയർലി നമ്മൾ ആധാർ CUT എല്ലാ പ്രൊസീജിയറും നമ്മൾ അംഗീകരിക്കാൻ നമ്മൾ വളണ്ടിയർലി അഗ്രി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ആധാറിൻ്റെ നമ്പറിലേക്ക് OTP വരും. ആ OTP അടിച്ചു കൊടുക്കുക. ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ആ OTP അടിച്ചു കൊടുക്കുക, ക്യാപ്ച അടിക്കുക, സേവ് ചെയ്യുക. ഇതോടുകൂടെ നമ്മുടെ എന്ത് ചെയ്യും, അപ്പോൾ ആധാറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വരും. അതോടുകൂടെ നമ്മൾ ഐഡന്റിറ്റി ഡീറ്റെയിൽസും കൂടെ നമ്മൾ ഇതോടുകൂടെ കംപ്ലീറ്റ് ആയി. അടുത്തത് നമുക്ക് വരുന്നത് അപ്പയർ ID ആണ്. അപ്പയർ ID എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൊതുവെ +2 ആർക്കും ഉണ്ടാവില്ല. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയും. അപ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കുക. ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് മാച്ച് ആയിട്ടില്ലെങ്കിൽ പ്രശ്നമാവും, നിങ്ങൾക്ക് അങ്ങോട്ട് പ്രൊസസ് ചെയ്യാനാവില്ല. ഇനി അങ്ങോട്ട് പ്രൊസസ് ചെയ്യാനാവുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ വന്ന് നോ എന്ന് അടിച്ചിട്ട് ടൈപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ക്യാപ്ച അടിച്ചിട്ട് സേവ് ചെയ്യാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ആണ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനിലാണ് നമുക്ക് എന്ത് വേണ്ടത്, നമ്മുടെ എക്സാം ഏതൊക്കെ പേപ്പറാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് അതും അതുപോലെ തന്നെ സിറ്റിയും ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് അടുത്ത സെക്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഇനി നമുക്ക് അടുത്തതായിട്ട് എക്സാമിന് അപ്ലൈ ചെയ്യാനും അതിൻ്റെ ടെസ്റ്റ് പേപ്പർ സെലക്ട് ചെയ്യാനുമുള്ള ഒരു ഓപ്ഷനാണ് ഇനി വരുന്നത്. ഇവിടെയാണ് നിങ്ങൾ എല്ലാവരും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. നിങ്ങൾ ചൂസ് ചെയ്യേണ്ട പേപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സാണോ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ യൂണിവേഴ്സിറ്റി ആ കോഴ്സിന് വേണ്ടി പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയയിൽ പറഞ്ഞിട്ടുള്ള ഡൊമെയിൻ പേപ്പറാണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി മാത്രമല്ല നോക്കുന്നെങ്കിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഉണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ ആപ്റ്റ് ആകുന്ന ഒരു സെറ്റ് ഓഫ് ടെസ്റ്റ് പേപ്പേഴ്സ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. നമുക്കറിയാം മാക്സിമം 5 പേപ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിലൊന്ന് നമ്മൾ ലാംഗ്വേജും വേണം നമുക്ക്, അതുപോലെ തന്നെ ജനറൽ പേപ്പറും വേണം. ജനറൽ പേപ്പർ എന്തായാലും നമുക്ക് ചൂസ് ചെയ്യണം, അതേ സ്ഥലത്തേക്ക് വേണ്ടെങ്കിലും. ചിലപ്പോൾ നിങ്ങൾക്ക് ചില സ്ഥലത്ത് ഒരു ഡൊമെയിൻ പേപ്പർ മാത്രമായിരിക്കും വേണ്ടത്. പക്ഷെങ്കിൽ കൂടെ നിങ്ങൾ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ പരിഗണിക്കുമ്പോൾ അവിടേക്ക് എല്ലാ സ്ഥലത്തേക്കും നിങ്ങൾക്ക് എത്ര കോഴ്സുകൾ എത്ര ഡൊമെയിൻസ് എടുത്താലാണ് എല്ലാ സ്ഥലത്തേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനാവുക എന്നുള്ളത് കൂടെ നോക്കിയിട്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. മാക്സിമം നിങ്ങൾക്ക് 5 പേപ്പേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഇൻക്ലൂഡിങ് ലാംഗ്വേജും ഇൻക്ലൂഡിങ് ജനറൽ പേപ്പറും ഒക്കെ. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ BA പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനാണ് ഞാൻ നോക്കുന്നതെങ്കിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഓപ്ഷൻ ഉണ്ട്. BA പൊളിറ്റിക്സിന് ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഉണ്ട്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടേക്കുള്ള ക്രൈറ്റീരിയ നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് ഏതൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്സ് ഉണ്ട്. നമ്മുടെ CUETയുടെ സൈറ്റിൽ പോയാൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് CUET UG പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് എന്ന് നിങ്ങൾ
പോയി സെർച്ച് ചെയ്താൽ 2023 സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ ഇങ്ങനെ വന്നാലും നിങ്ങൾക്ക് നേരെ ഓരോ നിങ്ങൾ ഹോം പേജിൽ പോയാൽ യൂണിവേഴ്സിറ്റീസ് CUT/UGയുടെ ഹോം പേജിൽ പോയാൽ യൂണിവേഴ്സിറ്റീസ് എന്ന ഭാഗം എത്തും. അവിടെ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ എടുത്താൽ ഓരോ യൂണിവേഴ്സിറ്റി ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോഴ്സാണ് പ്രൊവൈഡ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വിഷയം എടുക്കണം. താഴെ നീക്കിയിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി ഒക്കെ ഡൽഹി എടുത്താൽ അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ സബ്ജക്റ്റിന്റെ ലിസ്റ്റും ഇവിടെ ഉണ്ടാകും. അതിലേക്ക് എഴുതേണ്ട പേപ്പേഴ്സ് ഇപ്പം ഇവിടെ ഉദാഹരണത്തിന് ഞാനിപ്പം BA പൊളിറ്റിക്സ് ആണ് എനിക്ക് വേണ്ടതെങ്കിൽ ഞാൻ ഇങ്ങനെ താഴോട്ട് നീക്കി പോവാണ്. അപ്പം ഉറുദു ഓരോന്നും ഇവിടെ കൊടുക്കുന്നുണ്ട്. എക്കണോമിക്സ് ആണെങ്കിൽ അവർ എക്കണോമിക്സിന് പറയുന്നത് കാൻഡിഡേറ്റ്സ് മസ്റ്റ് അപ്പിയർ ഇൻ CUT എനി ഫോളോയിങ് സബ്ജക്ട് കോമ്പിനേഷൻ എനി വൺ ലാംഗ്വേജ് ഫ്രം ലിസ്റ്റയിൽപ്പെട്ട ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യണം. നമുക്കറിയാലോ 13ഓളം ലിസ്റ്റയിലത്തെ ലാംഗ്വേജുകൾ ഉണ്ട്. അതിൽ നിങ്ങൾ ഇംഗ്ലീഷോ അറബിക്കോ തമിഴോ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എഴുതണം. പ്ലസ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഓർ മാത്തമാറ്റിക്സ് അത് നിർബന്ധമായും ചൂസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എനി അതർ 2 സബ്ജക്ട്സ് നിങ്ങൾ വേണം. അപ്പോൾ ഇത് ഞാൻ എക്കണോമിക്സിൻ്റെതാണ് പറഞ്ഞത്. ഇനി താഴോട്ട് എനിക്ക് വേണ്ടത് നോക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടത് ഞാനിപ്പം ഉദാഹരണത്തിന് പൊളിറ്റിക്കൽ സയൻസ് ആണ് നോക്കുന്നതെങ്കിൽ ഇവിടെ അവർ ഏതെങ്കിലും അതിൻ്റെ ഒരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടുള്ളത് എനി വൺ ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A പ്ലസ് എനി 3 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B ഏതെങ്കിലും ഒരു ലാംഗ്വേജും 3 ഡൊമൈൻസും എഴുതിയാൽ മതി. ജനറൽ പേപ്പർ ഇവിടെ ആവശ്യമില്ല. എനി 2 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A പ്ലസ് എനി 2 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ പറയുന്നത് 2 ലാംഗ്വേജും 2 ഡൊമൈൻസും ഇങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. ഓക്കെ, ഇതാണ് ഡൽഹി യൂണിവേഴ്സിറ്റി ഒരു ക്രൈറ്റീരിയ പറയുന്നത്. ഇനി നമുക്ക് വേറൊരു യൂണിവേഴ്സിറ്റിൻ്റെ നോക്കണം. ഇപ്പം യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ ഞാൻ പൊളിറ്റിക്കൽ സയൻസ് നോക്കുകയാണെങ്കിൽ അവരിത് അവിടെ നോക്കുന്നു. MA ഇൻ്റഗ്രേറ്റഡ് BA ഇൻ്റഗ്രേറ്റഡ് പൊളിറ്റിക്കൽ സയൻസ് ആണ് അവിടെ അവർ ഓഫർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കുകയാണെങ്കിൽ MA 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് BA MA കൂടെ അവരവിടെ പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പേപ്പർ ആണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പേപ്പർ നിർബന്ധമായും എഴുതിയിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഡൽഹിയും ഹൈദരാബാദും നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 ഡൊമൈൻസും ഒരു ലാംഗ്വേജും ഒരു ജനറൽ പേപ്പറും എടുത്താൽ നിങ്ങൾക്ക് 2 സ്ഥലത്തും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയും നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഉണ്ടാക്കണം. ഇനി ഒരു കോഴ്സ് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ അത് നമ്മൾ എജുബിൾസ് ലേണിംഗിന്റെ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അവിടെ ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മളതിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓരോന്നും പറഞ്ഞുതരാം. ഇനി ഇത് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും എടുത്ത് നോക്കുക എന്ന് പറയുന്നത് വളരെ ഹെക്ടിക് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അതുകൊണ്ട് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയും തരംതിരിച്ചിട്ടുള്ളത്, അതായത് BA പൊളിറ്റിക്കൽ സയൻസ് ഓഫർ ചെയ്യുന്ന എല്ലാ യൂണിവേഴ്സിറ്റിയും BA എക്കണോമിക്സ് ഓഫർ ചെയ്യുന്ന എല്ലാ യൂണിവേഴ്സിറ്റിയും അവിടെ എഴുതേണ്ട പേപ്പേഴ്സിന്റെ ഒക്കെ ഡോക്യുമെന്റ് നമ്മളെ എടുത്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പ് ഉണ്ടാവും. അവിടെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെ അങ്ങനെ നോക്കുകയാണ് വേണ്ടത്. പിന്നെ ഡൽഹിയുടെ വിഷയം നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള സബ്ജക്റ്റ് മാത്രമേ നിങ്ങൾ എഴുതാൻ പറ്റുള്ളൂ എന്ന് ഡൽഹിക്ക് ഒരു ക്രൈറ്റീരിയ കൂടെ ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഓരോ യൂണിവേഴ്സിറ്റിയുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിനൊക്കെ നോക്കിയിട്ട്. ഓക്കെ, അപ്പം നമുക്ക് വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരാം. ഓക്കെ, നമ്മളിവിടെ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് 5 പേപ്പേഴ്സ് മാക്സിമം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനിവിടെ റാൻഡമായിട്ട് ഞാനിപ്പം പൊളിറ്റിക്കൽ സയൻസ് ആണ് നോക്കുന്നത്. ഞാനൊരു ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ എന്തായാലും ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നുള്ളൂ. 3 ഡൊമൈൻസ് ആയിട്ട് ഞാൻ ഇവിടെ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹിസ്റ്ററിയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയും പിന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡും കൂടെ ഞാൻ ഇവിടെ ചൂസ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു സബ്ജക്ട് കോമ്പിനേഷനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എനിക്ക് ഇത് 3ഉം ഞാൻ ഹ്യൂമാനിറ്റീസിൽ +2 പഠിച്ചിട്ടുള്ളത് കൂടെയാണ്. അതിൻ്റെ ഒപ്പരം തന്നെ എനിക്ക് എന്ത് ചെയ്യാം, ഇത് 3ഉം വെച്ചിട്ട് ഡൽഹിയിൽ എനിക്ക് പൊളിറ്റിക്കൽ സയൻസിന് അപ്ലൈ ചെയ്യാം. ഈ ജനറൽ പേപ്പർ കൊണ്ട് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അപ്ലൈ ചെയ്യാം. ഇനി പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന മാത്രം പേപ്പർ കൊണ്ട് എനിക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ പേപ്പർ കൊണ്ട് മാത്രം എനിക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ എങ്ങനെ സബ്ജക്ട് കോമ്പിനേഷൻ സെലക്ട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാം. താഴെ അഡ്മിഷൻ കൗൺസിലർ നമ്പർ ഉണ്ട്, അതിൽ നേരിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡൗട്ടും നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മീഡിയം ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ എന്തായാലും നിങ്ങളോട് ചൂസ് ചെയ്യാൻ പറയുക ഇംഗ്ലീഷ് മാത്രമാണ് ഞാൻ ചൂസ് ചെയ്യാൻ. കാരണം എങ്ങനെ നമുക്കൊരു പ്രശ്നം വന്നാൽ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു തെറ്റ് വന്നാൽ അവലംബിക്കുക, അതിൽ ഏറ്റവും അത്യന്തികമായിട്ട് അവലംബിക്കുക ഇംഗ്ലീഷിൽ എന്താണ് കൊടുത്തുള്ളത് അതായിരിക്കും. മലയാളത്തിൽ ഒരു പക്ഷേ ട്രാൻസ്ലേഷനിൽ എറേഴ്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ഞാൻ സജസ്റ്റ് ചെയ്തത് ഇംഗ്ലീഷാണ്. നിങ്ങൾക്ക് സൗകര്യമാകുന്ന മലയാളമാണെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതൊക്കെ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് എക്സാമിനേഷൻ സിറ്റിയാണ്. ഓക്കെ, എക്സാമിനേഷൻ സിറ്റി നേരത്തെ അപ്ലൈ ചെയ്യുന്നവർക്ക് അവരുടെ ആദ്യത്തെ പ്രിഫറൻസ് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏർലിയസ്റ്റ്
ഏറ്റവും as soon as possible അപ്ലൈ ചെയ്യാൻ നോക്കുക. പിന്നെ എവിടെയൊക്കെയാണ് സിറ്റി ഉള്ളത് എന്നറിയണമെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എടുത്താൽ നിങ്ങൾക്കറിയാം അതിൽ നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെ സിറ്റികൾ ഉണ്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് മാത്രമല്ല ഇന്ത്യയുടെ ഔട്ട്സൈഡിലും നമുക്കറിയാം UAE-യിലുണ്ട്, ഷാർജയിലുണ്ട്, അതുപോലെ തന്നെ ഖത്തറിൽ, വാഷിംഗ്ടണിൽ അടക്കം എന്ത് ചെയ്യുന്നുണ്ട് CUT UG എക്സാമിന്റെ സെന്ററുകൾ ഉണ്ട്. അപ്പോൾ എബ്രോഡിന് അത്രയും ഫീ ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഏതൊക്കെ സെന്റേഴ്സിലാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം CUT UG 2026 ഹോം പേജിൽ പോയാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ്റെ അവിടെ പോയ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. ഇൻഫർമേഷൻ ബുള്ളറ്റിൽ ഓക്കെ ഏതൊക്കെ സ്ഥലത്താണ് ഇത് എക്സാം നടക്കുന്നതെന്ന് ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ ഇതാണ് സിറ്റികൾ പറയുന്നത്. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഇത് ഞാനിവിടെ കാണിച്ചു തരാം. ഇൻഫർമേഷൻ ബുള്ളറ്റിനിലെ അപ്പൻഡിക്സ് 3-ൽ ലിസ്റ്റ് ഓഫ് എക്സാമിനേഷൻ സിറ്റി CUT UG 2026 ഇത്രയും സിറ്റി കോഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലുള്ളതുണ്ട്, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്. ഇനി നമ്മളെ കേരളയിലേക്ക് വരുമ്പോൾ കേരളത്തിലുള്ളത് ആലപ്പുഴയുണ്ട്, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശ്ശൂർ, വയനാട് ഇത്രയും സ്ഥലങ്ങളിലൊക്കെ എക്സാമിനേഷൻ സിറ്റികൾ ഉണ്ടാവും. ഇനി കേരളത്തിന്റെ പുറത്തിപ്പം ഗൾഫിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവിടെ എവിടെ എഴുതാൻ പറ്റുമെന്ന് നോക്കുകയാണെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യക്ക് പുറമെ വരുന്നത് ബഹ്റൈനിലുണ്ട്, മനാമയിലാണ്, ജർമ്മനി, ഇന്തോനേഷ്യ, കുവൈത്ത്, മലേഷ്യ, നേപ്പാൾ, നൈജീരിയ, ഒമാൻ, ഖത്തറിൽ ദോഹയിലാണ്, സൗദി അറേബ്യയിൽ റിയാദിൽ സെന്റർ ഉണ്ട്, സിംഗപ്പൂരിലുണ്ട്, UAE-യിൽ ദുബായിലും അബുദാബിയിലും ഷാർജയിലും 3 സ്ഥലത്തും അതിന്റെ സെന്റർ ഉണ്ട്, വാഷിംഗ്ടൺ DC-യിലും ഇതിന്റെ സെന്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ ഇത്രയാണ് സിറ്റികൾ വരുന്നത്. ഓക്കെ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ളത് കേരള തന്നെയാണ്. എക്സാം സിറ്റി ആയിട്ട് ഞാൻ ആദ്യത്തെ സിറ്റി ആയിട്ട് ഞാൻ കോഴിക്കോട് കൊടുക്കുകയാണ്. ഞാൻ കോഴിക്കോട് ആയതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷനും കേരള തന്നെ കൊടുക്കുകയാണ്. അതിൽ രണ്ടാമത്തെ സിറ്റി ഞാൻ കൊടുക്കുന്നത് എനിക്ക് കുറച്ചുകൂടിയും കൺവീനിയൻ്റ് ആയിട്ടുള്ളത് മലപ്പുറമാണ് എടുത്തു വരുന്നത്. അപ്പം ഞാൻ മലപ്പുറം കൊടുക്കുകയാണ്. ഇനി മൂന്നാമത്തെ ചോയ്സ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് കണ്ണൂരാണ്. എനിക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ്. ഇനി അടുത്തത് കണ്ണൂരിലേക്ക് പോകാൻ. ഫോർത്ത് ഓപ്ഷൻ ആയിട്ട് ഞാൻ കൊടുക്കുന്നത് കാസർഗോഡാണ്. ഓക്കെ നിങ്ങൾക്ക് എവിടെയാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അവിടേക്ക് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ അടുത്തത് ഗാർഡിയൻ്റെ ഓക്യുപ്പേഷൻ ആണ്. എൻ്റെ ഫാദറിൻ്റെത് ഞാൻ അഗ്രികൾച്ചർ കൊടുക്കുകയാണ്. ഓക്കെ അടുത്തതായിട്ട് ഗാർഡിയൻസ് ക്വാളിഫിക്കേഷൻ. നിങ്ങളുടെ ഫാദർ ഇലിറ്ററേറ്റ് ആണെങ്കിൽ അഥവാ നിരക്ഷരനാണെങ്കിൽ ലിറ്ററേറ്റ് കൊടുക്കാം. ഇനി ഡിഗ്രി ഹോൾഡർ അല്ലെങ്കിൽ +2 വരെ പഠിച്ചവരാണെങ്കിൽ മാട്രിക്കുലേറ്റ് കൊടുക്കാം. ഡിഗ്രി ഹോൾഡർ ആണ് ഗ്രാജുവേറ്റ് കൊടുക്കാം, പോസ്റ്റ് ഗ്രാജുവേറ്റ് കൊടുക്കാം. ഓക്കെ ഞാനിവിടെ +2 വരെ പഠിച്ചത് കൊണ്ട് എന്ത് ചെയ്യണം, മാട്രിക്കുലേറ്റ് കൊടുക്കുകയാണ്. ഓക്കെ ഇനി മദറിൻ്റെതാണ്, മദേഴ്സ് ഗാർഡിയൻ്റെ ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, എൻ്റെ മദർ ഹൗസ് വൈഫാണ്, അതുകൊണ്ട് ഇൻക്ലൂഡിങ് ഹൗസ് വൈഫ് അതേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ ഞാൻ കൊടുക്കുന്നത്. ഇനി ഗാർഡിയൻസ് ക്വാളിഫിക്കേഷൻ, അതായത് മദേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്. അപ്പം എൻ്റെ മദറും 10 വരെ പഠിച്ചുകൊണ്ടുണ്ട്, 10 വരെ ഉള്ളത് ഇല്ലിറ്ററേറ്റ്, അതാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ ഇനിയാണ് നിങ്ങൾ ഈ ഫോമൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്ച അടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ക്യാപ്ച ചെയ്യാം. ഞാനിവിടെ സബ്മിറ്റ് ആൻഡ് സേവ് അടിച്ചു. എന്നിട്ട് ഇനി എന്താണ് വരുന്നത്, ആർ യു ഷുവർ വാണ്ട് ടു സബ്മിറ്റ് ദിസ്. അപ്പോൾ ഞാൻ യെസ് കൊടുക്കുകയാണ്. എൻ്റെ സബ്ജക്റ്റുകൾ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തു. അടുത്തതായിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ആഡ് ചെയ്യേണ്ടത്, 10ാം ക്ലാസ്സിൻ്റെയും +2-ൻ്റെയും. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെതാണ് ഫസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യാം. അടുത്തത് 10ാം ക്ലാസ്സിൻ്റെ പാസ് സ്റ്റാറ്റസ് ആണ് ഫസ്റ്റ് ചോദിക്കുന്നത്. നമ്മൾ പാസ് ആണെങ്കിൽ പാസ് കൊടുക്കുക, ഫെയിൽ ആണ് എന്തായാലും ഫെയിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇയർ ഓഫ് പാസിങ്, ഏത് വർഷമാണ് വിജയിച്ചത് അത് കൊടുക്കുക. അതുപോലെ തന്നെ ക്വാളിഫയിങ് എക്സാം ഏതാണെന്ന് ചോദിക്കും. അത് നമ്മൾ 12th ഓർ ഈക്വലൻ്റ് ആണല്ലോ, അല്ല 10th ഓർ ഈക്വലൻ്റ്. അപ്പോൾ 10+ ആ ഒരു ഓപ്ഷൻസ് ഉണ്ടാവും, അത് അവിടെ ചൂസ് ചെയ്യാം. പിന്നെ പ്ലേസ് ഓഫ് സ്കൂൾ, നിങ്ങളുടെ സ്കൂൾ ഏത് സ്ഥലത്താണ് എന്ന് ചൂസ് ചെയ്യാം. പിന്നെ ടൈപ്പ് ഓഫ് സ്കൂൾ, കോളേജ്, അതായത് ഈ പ്ലേസ് ഓഫ് സ്കൂൾ മേ ബി എന്തായിരിക്കും, നിങ്ങളുടെ റൂറലോ അർബനോ അതായിരിക്കും ചോദിക്കാം. അപ്പോൾ റൂറൽ ആണെങ്കിൽ റൂറൽ, അർബൻ ആണെങ്കിൽ അർബൻ, അത് സെലക്ട് ചെയ്യാം. ടൈപ്പ് ഓഫ് സ്കൂൾ ഗവൺമെൻറ് സ്കൂൾ ആണെങ്കിൽ ഗവൺമെൻറ് സ്കൂൾ എന്ന് ചൂസ് ചെയ്യാം. ഇനി പ്രൈവറ്റ് ഗവൺമെൻറ് എയ്ഡഡ് ആണെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം. ഇനി കേന്ദ്ര വിദ്യാലയം ആണെങ്കിൽ അതൊക്കെ ചൂസ് ചെയ്യാം. അതിനൊക്കെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവും. അതുപോലെ ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ് ചോദിക്കും, അത് നമ്മുടെ കേരള. പിന്നെ ഡിസ്ട്രിക്ട് ചോദിക്കും. അതിനുശേഷം സ്കൂൾ ബോർഡ്, നിങ്ങളുടെ സ്കൂളിൻ്റെ ബോർഡ് ഏതാണ്. അപ്പോൾ നമ്മളുടെ ഏതാണ് വരുന്നത്, കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ആണ് നമ്മളുടേത് വരുന്നത് അല്ലേ. 10ാം ക്ലാസ്സിൻ്റെത് കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ. അടുത്ത റിസൾട്ട് മോഡാണ്. ഇവിടെ റിസൾട്ട് മോഡ് ഒരു 4 തരത്തിൽ ചോദിക്കുന്നുണ്ട്, പെർസെൻറ്റേജും CGPA. അപ്പോൾ നമ്മളിവിടെ പെർസെൻറ്റേജ് ചൂസ് ചെയ്യുക. നമുക്ക് ശരിക്കും 10ാം ക്ലാസ്സിൽ നമുക്ക് A+ ആണല്ലോ എഴുതുന്നത്. A+ എങ്ങനെയാണ് പെർസെൻറ്റേജിലേക്ക് മാറ്റുക എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം അത് അവിടെ പെർസെൻറ്റേജ് ചൂസ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ എൻറോൾ നമ്പറും അഡ്രസ്സും കൊടുക്കാനുണ്ടാവും. അതിനുമുമ്പ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ A+ പെർസെൻറ്റേജിലേക്ക് മാറ്റുക എന്ന് നമുക്ക് നോക്കാം.
ഓക്കെ, ഇവിടെ പാസ്വേഡ് കൊടുത്തു, 12th ഇക്വലന്റ് കൊടുത്തു, അർബൻ കൊടുത്തു, ഗവൺമെൻറ് എയ്ഡഡ് പ്രൈവറ്റ് ആണ് എൻ്റെത്, കേരള കോഴിക്കോട് ഞാൻ കൊടുത്തു, കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കൊടുത്തു. ഇനി അടുത്തത് പെർസെൻറ്റേജ്. ഇനി പെർസെൻറ്റേജ് എങ്ങനെയാണ് നോക്കുക. പെർസെൻറ്റേജ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്താൽ ടോട്ടൽ മാർക്സും ഒബ്റ്റൈൻഡ് മാർക്സും മാർക്സിൻ്റെ പെർസെൻറ്റേജും അവർ ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് നമുക്കറിയാം. ടോട്ടൽ മാർക്സ് നമുക്കിവിടെ 100 കൊടുക്കാം. കാരണം എന്താണ്? കാരണം നമ്മുടെ 10th ക്ലാസ്സിൽ നമുക്ക് 10 വിഷയമാണുള്ളത്. 10 വിഷയത്തിനും ഓരോ ഗ്രേഡാണ് കിട്ടുന്നത്. ആ ഗ്രേഡിന് ഓരോന്നിനും ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇതല്ലേ, A+ന് നമുക്ക് 9 ഗ്രേഡ് പോയിന്റും എക്ക് 8 ഗ്രേഡ് പോയിന്റ്, എന് B+ന് 7 ഗ്രേഡ് പോയിന്റ്, അങ്ങനെ ഒരു ഗ്രേഡ് പോയിന്റ് ആണ് നമുക്കിവിടെ നിർണ്ണയിച്ചിട്ടുള്ളത്. അപ്പം ഈ ഗ്രേഡ് പോയിന്റുകൾ അപ്പോൾ നമുക്ക് ഓരോ ഗ്രേഡ് കിട്ടുമ്പോൾ ഇത്ര പോയിന്റ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ 10 വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ 10ൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 100 ടോട്ടൽ മാർക്കായിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കിട്ടിയ മാർക്ക് എത്രയാണ് നമുക്ക് നോക്കാം. അത് പെർസെൻറ്റേജിലേക്ക് മാറ്റും. കിട്ടിയ മാർക്ക് എത്രയാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമുക്ക് A+ന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, A+ ഒരിക്കലും 10 ഔട്ട് ഓഫ് 10 നമുക്ക് ലഭിക്കില്ല. ഇവിടെ മാക്സിമം 9 വരെ പോകുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ മൊത്തം ഈ നമുക്ക് കിട്ടിയ ഗ്രേഡ് പോയിന്റുകൾ മൊത്തം കൂട്ടിയിട്ടാൽ അതൊരിക്കലും ശരിയാവില്ല. അതാണ് ഞാൻ അടുത്തത് നോക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഒരു ഗ്രേഡ് പോയിന്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷിന് A കിട്ടിയോണ്ട് എനിക്ക് 8 മാർക്ക്, മലയാളത്തിന് A കിട്ടിയത് കൊണ്ട് 8 മാർക്ക്, A+ കിട്ടിയതിനൊക്കെ 9. ഞാനൊരു മൊത്തം എൻ്റെ ഒരു ഗ്രേഡ് പോയിന്റ് ഇത് മൊത്തം ഇവിടെ കൂട്ടിയാൽ കിട്ടും. പക്ഷേ ഈ ഗ്രേഡ് പോയിന്റ് മൊത്തം കൂട്ടി കിട്ടിയ മാർക്കല്ല എൻ്റെ ആകെ ടോട്ടൽ മാർക്ക്. കാരണം എന്താണ്? ഈ നമുക്ക് A+ എന്നുള്ളത് 10 ഔട്ട് ഓഫ് 10 നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റൂല. അപ്പം മൊത്തം ഈ കിട്ടിയ മാർക്ക് മൊത്തം 90ൽ ഇത്ര മാർക്കായിരിക്കും എനിക്ക് കിട്ടുക. കാരണം ഒന്നിൻ്റെ മാക്സിമം മാർക്ക് 9 ആണല്ലോ. അപ്പോൾ 10 എണ്ണത്തിന് 90, അതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ പെർസെൻറ്റേജിലേക്ക് നമുക്ക് 100 മാർക്ക് അവിടെ ടോട്ടൽ 100 മാർക്ക് കൊടുത്തിട്ട് അതിൻ്റെ മാർക്ക് ആക്കണമെങ്കിൽ നമ്മളിവിടെ പെർസെൻറ്റേജിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയ, ഒരു ഫോർമുല നമ്മൾ ചെയ്യണം. അടുത്തതായിട്ട് ഞാൻ എനിക്ക് കിട്ടിയ ഗ്രേഡുകൾ, അതിൻ്റെ ഗ്രേഡ് പോയിന്റ് കൂട്ടിയിട്ട് എൻ്റെ മൊത്തം മാർക്ക് എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് മൊത്തം കിട്ടിയ ഗ്രേഡുകളും അതിൻ്റെ പോയിന്റുകളും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം എക്ക് എനിക്ക് A+B ആ ഒരു രീതിയിലാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഗ്രേഡ് പോയിന്റുകളൊക്കെ ഇവിടെ ഇട്ടു. അപ്പോൾ അത് ഗ്രേഡ് പോയിന്റുകളൊക്കെ കൂട്ടുമ്പോൾ എനിക്ക് 76 ആണ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ 76 എന്ന് പറയുന്ന മൊത്തം മാർക്ക് ഔട്ട് ഓഫ് 100ലല്ല എനിക്ക് കിട്ടിയത്, ഔട്ട് ഓഫ് 90ലാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഇത് ഔട്ട് ഓഫ് 90ൽ എനിക്ക് 76 കിട്ടിയത് നമുക്ക് ഔട്ട് ഓഫ് 100ലേക്ക് മാറ്റണം. ഓക്കെ, അതിന് നമുക്കിവിടെ ഫോർമുല, അതായത് നമ്മുടെ പെർസെൻറ്റേജ് 10th ക്ലാസ്സിൻ്റെ നമുക്ക് പെർസെൻറ്റേജും മാർക്കും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് ഇത്. ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ഇൻറ്റു 100/90 അല്ലേ, അതാണ്. അപ്പോൾ ഞാൻ 76 ഇൻറ്റു 100/90, അപ്പോൾ 2 0 വെട്ടി, അപ്പോൾ 760/9. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ ടോട്ടൽ മാർക്കുള്ളത് 84.4 ആണ് അല്ലേ. ഓക്കെ, 84.4 എൻ്റെ ഒരു ടോട്ടൽ മാർക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇവിടെ എൻ്റെ ടോട്ടൽ മാർക്സ് 100 കൊടുത്തിട്ട് എൻ്റെ ഒബ്റ്റൈൻഡ് മാർക്ക് 84 കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കൂട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഫോർമുലൊക്കെ ചെയ്യാണ്ടെങ്കിൽ ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. A+2 SSLC A+2 പെർസെൻറ്റേജ് ചേഞ്ചർ, SLC പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ, അങ്ങനെ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അതിൽ നോക്കി ചെയ്താൽ മതി. അപ്പോൾ ഒബ്റ്റൈൻഡ് മാർക്ക് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ പെർസെൻറ്റേജ് ഇവിടെ 84 വന്നു. ഓക്കെ, ഇനി 10th ക്ലാസ്സിന് എൻറോൾ നമ്പർ ഇവിടെ കൊടുക്കുക, സ്കൂളിൻ്റെ അഡ്രസ്സ് കൊടുക്കുക, സ്കൂളിൻ്റെ പിൻകോഡ് കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ 12ൻ്റെതാണ്. ആദ്യം 12ൻ്റെത് നമ്മൾ സെയിം പറഞ്ഞ പോലെ പാസ്സാണോ പാസ്വേഡ് കൊടുക്കുക, ഇനി ഇയർ ഓഫ് പാസിങ് കൊടുക്കുക, പിന്നെ അതുപോലെ ക്വാളിഫയിങ് എക്സാം നമുക്കറിയാം ക്ലാസ് 12th ആൻഡ് ഈക്വലൻ്റ് ആണ് കൊടുക്കേണ്ടത്. പ്ലേസ് ഓഫ് സ്കൂൾ അർബൻ ആണ് റൂറലാണ്, എൻ്റെ അർബൻ കൊടുക്കുക. ഇനി ടൈപ്പ് ഓഫ് സ്കൂൾ ഞാൻ ഗവൺമെൻറ് സ്കൂളാണ്, ഗവൺമെൻറ് സ്കൂൾ കൊടുത്തു. ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ് കേരള കൊടുക്കുക. ക്വാളിഫയിങ് എക്സാമിനേഷൻ ഞാൻ കോഴിക്കോട് കൊടുത്തു. ഇനി ബോർഡ് ഏതാണ്? കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ലേ, നമുക്കറിയാം കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ നമ്മുടേത് 12ൻ്റെത് അതാണല്ലോ വരുന്നത്. റിസൾട്ട് മോഡ് ഇതുപോലെ പെർസെൻറ്റേജ് കൊടുക്കാം. 12ൻ്റെത് പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം 12ൻ്റെത് നമുക്ക് 1200 ടോട്ടൽ മാർക്സ്. നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് ഒക്കെ നിങ്ങളുടെ സ്കോർ ഷീറ്റിൽ ഉണ്ടാവും. അത് കറക്റ്റ് ഇവിടെ കൊടുക്കുക, ടോട്ടൽ മാർക്സ് ഒബ്റ്റൈൻഡ് മാർക്സ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പെർസെൻറ്റേജ് ഇവിടെ വരും. പിന്നെ റോൾ നമ്പർ കൊടുക്കുക, പിന്നെ സ്ഥലം കൊടുക്കുക, പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ പിൻകോഡും കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ക്യാപ്ചർ അടിച്ചിട്ട് സേവ് ചെയ്യുക. ഇതാണ് 12ൻ്റെയും 10th ക്ലാസ്സിൻ്റെയും എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്ന രീതി. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് അഡീഷണൽ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. ഈ അഡീഷണൽ ഡീറ്റെയിൽസ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു ടിന്നുണ്ടോ ഇല്ലയെന്ന് ചോദിക്കുകയാണ്. എക്സാം ഹോളിൽ അതിനൊക്കെ ക്രമീകരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണല്ലോ. ടിന്ന് ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ടിന്നും എക്സാം എഴുതുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, അവരുടെ 10th ക്ലാസ്സിൻ്റെ നമ്പറും ചോദിക്കാം. അതുപോലെ തന്നെ അവൻ്റെ 12th ക്ലാസ്സിലുള്ള നെയിമും എന്താണെന്ന് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, അതും കൊടുക്കുക. ഇനി ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് ക്യാപ്ചർ അടിച്ചിട്ട് സേവ് ചെയ്യാം. അതാണ് അഡീഷണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. അടുത്ത് നമ്മുടെ എമർജൻസി കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസിൽ ചോദിക്കുന്നത് നമ്മൾ കൊടുത്ത നമ്പറിന്
പുറമെ നമുക്കൊരു നമ്പറും കൂടെ വേണം, ഒരു ഇമെയിൽ ഐ ഡിയും കൂടെ വേണം. അത് നമ്മുടെ മാതാവിൻ്റെ പിതാവിൻ്റെ. കാരണം നമ്മുടെ ഇൻ കേസ് നമ്മുടെ നമ്പറിലേക്കോ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്കോ അവർക്കൊന്നും റെസ്പോണ്ട് ചെയ്യാനായിട്ടില്ലെങ്കിൽ ഈ ഓൾട്ടർനേറ്റ് ഇമെയിൽ ഐ ഡി വെച്ചായിരിക്കും നമുക്ക് ആപ്ലിക്കേഷനിലും വീണ്ടെടുക്കാൻ പറ്റുക, പാസ്വേഡ് ഇതൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിലൊക്കെ. അപ്പോൾ ഇവിടെ അത് കൊടുക്കുക, ഇമെയിൽ ഐ ഡി കൊടുക്കുക, ഇനി നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും, അത് കൊടുക്കുക, ഇമെയിൽ ഐ ഡിയിലേക്കും ഒരു ഒ ടി പി വരും, അതും ടൈപ്പ് ചെയ്യുക, എന്നിട്ട് വെരിഫൈ നെക്സ്റ്റ് അടിച്ചാൽ നമ്മുടെ എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ലൈവ് ക്യാപ്ചർ ഫോട്ടോഗ്രാഫാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. ഇവിടെ ഒരു QR കോഡ് ഉണ്ടാവും. ആ QR കോഡ് ജസ്റ്റ് ഫോണിൽ എടുത്തിട്ട് നിങ്ങൾ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ നിങ്ങളുടെ ഒരു വെബ്സൈറ്റിലേക്ക് പോകും. ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. CUET വെബ്സൈറ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് അവിടുന്ന് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് സെൽഫി എടുത്തിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യാം, നേരെ ഇൻ്റർഫേസിൽ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ കാണും. ആ ലൈവ് ഫോട്ടോ ക്യാപ്ചർ ഇവിടെ വരും. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ വെരിഫൈ നെക്സ്റ്റ് അടിച്ചാൽ ആ ലൈവ് ക്യാപ്ചർ ഫോട്ടോഗ്രാഫും കഴിയും. അതിന് ശേഷമായിരിക്കും നമുക്ക് എന്തുണ്ടാവുക, നമ്മുടെ സ്വന്തം ഫോട്ടോയും ഒപ്പും അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോ എന്തായിരിക്കണം, 10ൻ്റെയും 200ൻ്റെയും KB ഇടയിലായിരിക്കണം. ഒപ്പ് 10ൻ്റെയും 50 KB ഇടയിലായിരിക്കും. അപ്പം നിങ്ങൾ ജസ്റ്റ് ഫോട്ടോ എടുക്കുക, ഫോട്ടോ എന്നിട്ട് വെബ്സൈറ്റ് ഒരുപാട് ഇമേജ് റീസൈസറിൻ്റെ ഓപ്ഷൻസ് ഉണ്ടാവും, അവിടെ അപ്ലോഡ് ചെയ്തിട്ട് ഇമേജ് റീസൈസ് ചെയ്താൽ മതി. ഒരുപാട് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി ഇമേജ് റീസൈസർ എന്നിട്ട്. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യാം, ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അപ്ലോഡ് സക്സസ് ആയതിനു ശേഷം ഇനിയാണ് നമുക്ക് ഫൈനൽ സബ്മിഷൻ ഉണ്ടാവുക. ഫൈനൽ സബ്മിഷൻ ഉണ്ടാവും. ആ ഫൈനൽ സബ്മിഷനിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും റിവ്യൂ ചെയ്യണം. എല്ലാം വായിച്ച് നോക്കിയൊക്കെ കറക്റ്റാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, നിങ്ങൾ OTP ഉണ്ടാവും, OTP അടിച്ചിട്ട് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് സബ്മിഷൻ കൊടുത്താൽ നമ്മുടെ രണ്ടാമത്തെ സെക്ഷനും കഴിഞ്ഞു. രണ്ടാമത്തെ സെക്ഷൻ അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇങ്ങനെ ഓരോന്നും ടിക്ക് ചെയ്യാനുണ്ടാവും. എല്ലാം ശരിയാണോ എന്ന് അടിയിൽ എല്ലാം ടിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഡിക്ലറേഷനും കൊടുത്തിട്ടാണ് സബ്മിറ്റ് കൊടുക്കേണ്ടത്. സബ്മിറ്റ് കൊടുത്താൽ നമ്മുടെ ഫസ്റ്റ് 2 പ്രോസസ്സ് കഴിഞ്ഞു. ആപ്ലിക്കേഷൻ ഫോമും രജിസ്ട്രേഷൻ ഫോമും നമ്മളിവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഫീ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അതിന് മുമ്പ് നമ്മുടെ ഇമെയിൽ ഐ ഡി ഒന്ന് വെരിഫൈ ചെയ്യേണ്ട. ഇവിടെ പറയുന്നുണ്ട് യുവർ ഇമെയിൽ ഐ ഡി യെറ്റ് ടു ബി വെരിഫൈഡ്, ക്ലിക്ക് ഹിയർ ടു വെരിഫൈ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു OTP വരും. അത് OTP ഇവിടെ അടിച്ചു കൊടുത്താൽ ഇമെയിൽ ഐ ഡിയും വെരിഫൈ ആവും. അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റേക്ക് ചെയ്യേണ്ടത്. പേയ്മെൻറ്റിന് ഇവിടെ ഒരു ലിങ്ക് ഉണ്ടാവും. ലിങ്ക് വന്നപ്പോൾ നിങ്ങൾ വെരിഫൈ ചെയ്ത ലിങ്ക് വരും. ആ പേയ്മെൻറ്റ് അടിച്ചാൽ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റിൻ്റെ പേജിൽ ഇങ്ങനെ ആയിരിക്കും ഒരു പേയ്മെൻറ്റിൻ്റെ ഇൻ്റർഫേസ് ഉണ്ടാവുക. അപ്പം അതിൽ ഞാൻ SBI MOPS ചൂസ് ചെയ്തു. അത് ഗൂഗിൾ പേ ഏത് വഴി നിങ്ങൾക്ക് അതിലൂടെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഞാനത് ചൂസ് ചെയ്തു. അത് ചൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്തു, ഞാൻ UPI ID കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, UPI ചൂസ് ചെയ്തു. UPI ചൂസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, UPI ID ആണോ QR കോഡാണോ. അപ്പോൾ ഞാൻ QR കോഡ് ചൂസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഒരു QR കോഡ് വന്നു. ആ QR കോഡ് എന്ത് ചെയ്തു, QR കോഡ് ജസ്റ്റ് ഗൂഗിൾ പേയിൽ ഓപ്പൺ ചെയ്തിട്ട് ഞാനത് പേ ചെയ്തു. അങ്ങനെ എൻ്റെ രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ആയി. ഇത്രയുമാണ് നമുക്ക് CUET UG എക്സാം അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സ്. ഇതോടുകൂടെ അതിനുശേഷം നമ്മൾ നേരെ ആ പേജിലേക്ക് നമ്മൾ എത്തും. അവിടെ കൺഫർമേഷൻ പേജ് കിട്ടും. നിങ്ങളത് ഡൗൺലോഡ് ചെയ്യാം. ആ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെക്കലോട് കൂടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അപ്പം ഇനിയും CUET UG എക്സാമിന് അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് അവൻ അപ്ലൈ ചെയ്യുക. എക്സാമിന് അപ്ലൈ ചെയ്യാൻ OBC ആണെങ്കിൽ NCL മാത്രമാണ് ചോദിക്കുന്നത്. NCL ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ആപ്ലിക്കേഷനായിട്ട് ഡേറ്റ് ചോദിക്കുന്നുള്ളൂ, രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റും. അപ്പോൾ ഇനി ഇത്രയും പ്രോസസ്സുള്ളൂ. അപ്പോൾ ഇനി എക്സാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള അഡ്മിഷൻ കൗൺസിലർ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരും. ഇനി നമ്മുടെ CUET UG ഹെൽപ്പ് ഡെസ്കിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ എല്ലാ ഡൗട്ടും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇതൊരു നല്ല വീഡിയോ ആയി എന്ന് കരുതുന്നു. നന്ദി.